ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ബ്രീഡറൊക്കെ ഉണ്ടാക്കിയായിരുന്നു. പക്ഷേ ഒരു പ്രശ്നം പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രീഡറിൽ എന്തൊക്കെയോ ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ എന്താ പറയുക, ബ്രീഡറിലൊന്നും കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും അതും ഇതും ചെയ്ത് നോക്കി. കാരണം ഒരു വില്ലേജ് പണിയെടുക്കണില്ലായിരുന്നു. അപ്പോൾ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വർക്ക് സ്റ്റേഷനില്ലേ, അത് നിലത്ത് വെക്കണം. അതായത് നമ്മൾ സാധാരണ ഇങ്ങനെയല്ല വെച്ചത്, പക്ഷെ അങ്ങനെ വെക്കാതെ രണ്ടും ഇങ്ങനെ നിലത്തിരിക്കണം. അതായത് കണ്ടോ, രണ്ടും ഇങ്ങനെ നിലത്തിരിക്കണം. അപ്പോൾ ഞാൻ അത് രണ്ടും എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചു. അപ്പോൾ അത് പണിയൊക്കെ എടുത്തു. പക്ഷെ എന്നിട്ടും അത് ബ്രീഡ് ആവണില്ല. അപ്പോൾ ഒരു വില്ലേജർ ബ്രീഡ് ആവണമെങ്കിൽ 3 കണ്ടീഷൻസ് ഉണ്ട്. ഒന്ന് മോർ ദാൻ 2 ബെഡ് ആയിരിക്കണം, അത് നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ രണ്ടാമത്തത് ഇനഫ് ഫുഡ് ആയിരിക്കണം. മൂന്നാമത്തത് വില്ലേജർ വില്ലിങ്, അതായത് നമ്മൾ ട്രേഡൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പാർട്ടിക്കിൾ വരില്ലേ, അതായിരിക്കണം. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യേണ്ടതിരുന്നത്. പാർട്ടികളൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഈ ട്രേഡ് ചെയ്യാൻ നോക്കി. അപ്പോൾ ഒരു വില്ലേജർ ട്രേഡായി, പക്ഷെ മറ്റേനെ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എൻ്റെ കയ്യിൽ സപ്ലൈസ് തീർന്നു പോയി. അതായത് പൊട്ടാറ്റോ വേണം. പൊട്ടാറ്റോ ഒരു ട്രേഡും കൂടെ ചെയ്താൽ മതി, പക്ഷെ അതിനുള്ള പൊട്ടാറ്റോ ഇല്ല. അപ്പോൾ പൊട്ടാറ്റോ വളരുന്നവരെ ഞാൻ നോക്കിക്കായിരുന്നു മേളിൽ കുഴിച്ചിട്ടിട്ട്. അപ്പോൾ അത്രയും നേരം കുറച്ച് എഫിഷ്യൻ്റ് ആവാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അടിയിൽ മൈനിങ്ങിന് വന്നു, നമ്മുടെ മൈനിങ് ഏരിയയിൽ. അപ്പോൾ നമ്മൾ വലിയൊരു കേവ് എന്ന് വെച്ചാൽ വലിയ കേവ്, ഞാൻ കാണിച്ചു തരാം. ആ കേവ് ഇതാ, അത് അവിടെ ആട്ടോ നമ്മുടെ മൈനിങ് ഏരിയ. കണ്ടോ, ആ വെള്ളം ചാടണുണ്ടോ? നമ്മൾ മൈനിങ് ഏരിയ കൂടെ സ്ട്രിപ്പ് മൈൻ ചെയ്തപ്പോൾ വന്നതാ. ഇതൊക്കെ ഇതാട്ടോ ആ കേവ്. അവിടെ ഒരു മൈൻ ഷാഫ്റ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ പരിപാടി അതൊന്നും അല്ല. നമ്മൾ ഇവിടെ ഇങ്ങനെ മൈൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു സൗണ്ട് കേട്ട് നോക്കുമ്പോൾ ഇവിടെ ഉള്ളത് സ്പോണറാണ്. അപ്പോൾ ഞാൻ അതൊക്കെ റെക്കോർഡ് ചെയ്തായിരുന്നു. ഇവിടെയൊക്കെ കുഴിക്കൽ, അതായത് നമ്മൾ SP ഫാം ഉണ്ടാക്കാൻ നിൽക്കുമായിരുന്നു. ഇവിടെ മൊത്തം കുഴിച്ച്. അപ്പോൾ അതിൻ്റെ ഇടയിൽ പാളിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളത് അവിടെ കുഴിച്ചുകൊണ്ടിരുന്നപ്പോൾ കണ്ടോ, അവിടെ കുഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഹീറ്റ് ബോക്സ് ഓഫ് ആക്കട്ടെ. ഓക്കെ, അവിടെ കുഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു സോംബി, ഒന്നല്ല 2-3 വന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ ഹെൽത്ത് കുറവായിരുന്നു എൻ്റെ. അപ്പോൾ എല്ലാം കൂടെ എന്നെ അടിച്ചു കൊന്നു. അപ്പോൾ ഞാൻ വീണ്ടും അവിടെ നിന്ന് റീസ്പോണായി തിരിച്ചു വന്നു. അപ്പോഴത്തേക്കും ലെങ്ത്തൊക്കെ കുറേ കൂടി. എന്നിട്ട് അത് ഞങ്ങളെ കൊല്ലാൻ പോയപ്പോൾ ഒരെണ്ണം എൻ്റെ ആർമർ എടുത്തിട്ടു. എന്നിട്ട് വീണ്ടും ഞാൻ ചത്തു, ആർമറില്ലാതെ പോയിട്ട്. അങ്ങനെ ഫുള്ള് പ്രശ്നമായി. വീട് നല്ല ലെങ്ത്തും ആയി, മൊത്തം കൊള്ളായി. അതുകൊണ്ട് നമ്മൾ ഓഫ് ക്യാമറയിൽ ബാക്കി പണി ചെയ്തു. അതായത് നിങ്ങൾക്കിത് അറിയാമെന്ന് വിചാരിക്കുന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇങ്ങോട്ടൊരു 4 ബ്ലോക്ക്, 1 2 3 4 ബ്ലോക്ക്, അടിയിലോട്ട് 4 ബ്ലോക്ക്, ഇങ്ങോട്ട് 4 ബ്ലോക്ക്, ഇങ്ങോട്ട് 4 ബ്ലോക്ക്, ഇങ്ങോട്ട് 4 ബ്ലോക്ക്, മേളിലോട്ട് 4 ബ്ലോക്ക്. അങ്ങനെ 4 ബ്ലോക്കിൻ്റെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് ഫുള്ളൊരു ക്യൂബാക്കി എടുത്തു. അതായത് ഫുള്ള് ക്യൂബാക്കി എടുത്തു. ഇനി നമ്മൾ എന്താ അടുത്ത പരിപാടി ചെയ്യാൻ പോകണം. അപ്പോൾ അടുത്ത പരിപാടി ചെയ്യാനായിട്ട് നമ്മളൊരു സ്ഥലം കണ്ടുപിടിക്കണം, ഏതെങ്കിലും ഒരു സൈഡ്. ഞാൻ ഈ സൈഡ് എടുക്കണത്, അതായത് നമ്മുടെ കില്ലിങ് ഏരിയയിലോട്ട് ഇത് വരാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ അവിടെ പോയിട്ട് നോക്ക്, ഇങ്ങനെ ഒരു ബ്ലോക്ക് ഇങ്ങനെ നീളത്തിൽ പൊളിക്കണം. അതായത് ഇവിടെ ഇങ്ങനെ കുഴിച്ച് വെക്കണം, ഒരു ബ്ലോക്ക് വീതിയിൽ. അതായത് ഇങ്ങോട്ടായിരിക്കും സോംബി ഒന്ന് വീഴുക. ഇനി ഇവിടുന്ന് അടിയിലോട്ട് വീഴണം. ഓക്കെ, അതിന് മുമ്പ് കുറച്ച് വാട്ടർ വേണം. വാട്ടർ ആണെങ്കിൽ അയ്യോ, ഞാൻ ബക്കറ്റിൽ നിന്ന് ഇറക്കാൻ മറന്നുപോയി. ഞാൻ ഒന്ന് മേളിൽ പോയിട്ട് വരാം. അവിടെ കേവിലുണ്ട് വെള്ളം. അപ്പോൾ നോക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇതിനെയൊക്കെ പൊട്ടിക്കാം. അപ്പോൾ ഇതൊക്കെ പൊട്ടിച്ചു കൊടുത്തിട്ട് ഇനി എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഇൻഫിനിറ്റ് സോഴ്സ് ഉണ്ടാക്കണം. അതായത് ഒന്ന് ഇവിടെ ഒഴിക്കുക, നമ്മുടെ മറ്റേ വെള്ളം എടുത്തിട്ട് ഇവിടെ അല്ല ഒഴിക്കുക. അപ്പോൾ ഒരു ബ്ലോക്ക് ഇട്ടിട്ട് ഇപ്പുറത്തിടുക. അപ്പോൾ ഇവിടെ നടുക്കൊരു സോഴ്സ് വീണ്ടും എടുക്കുക, ഈ ഒരു ബ്ലോക്ക് ഇടുക. എന്നിട്ട് നടുക്കുന്നെടുക്കുക, ഒരു ബ്ലോക്ക് ഇടുക, നടുക്കുന്നെടുക്കുക, ഒരു ബ്ലോക്ക് ഇടുക. ഇപ്പോൾ എല്ലാ സ്ഥലമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അതിനെ നമ്മൾ ചെയ്ത് കറക്റ്റ് ആണെങ്കിൽ ഇതേപോലെ കറക്റ്റ് ഇവിടം വരെ വരും. നമ്മൾ കുഴിച്ചിട്ടുണ്ട് ഓൾറെഡി. ഓക്കെ, ഇനി ഞാനൊരു 2 വാട്ടർ കയ്യിൽ വെച്ചേക്കാം. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ ഒന്നുകിൽ ഏതെങ്കിലും സൈഡിൽ പോയിട്ട് ഒഴിക്കുക. അതായത് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഒഴിച്ച് കഴിയുമ്പോൾ നോക്കിക്കോട്ടോ, അത് ആ സൈഡിൽ ഇങ്ങനെ വന്ന് നിൽക്കും. അപ്പോൾ നമുക്ക് അടിയിലോട്ട് ഇങ്ങനെ കുഴിക്കാം. അല്ലെങ്കിൽ കറക്റ്റ് നടുക്കായിട്ട് ഒഴിക്കുക. അപ്പോൾ നടുക്കോട്ട് ഇങ്ങനെ സൈൻ ബോർഡിൻ്റെ ഒക്കെ ആവശ്യം വരും. നമ്മളെന്തായാലും സൈൻ ബോർഡ് ഉപയോഗിക്കണില്ല. നമ്മുടെ ടോർച്ചൊക്കെ കൈ പിടിച്ചേക്കാം ഇവിടെ. ഓക്കെ,
ബെഡ് ഇവിടെ എവിടെയെങ്കിലും വെച്ചേക്കാം. മേളിലോട്ട് പോകാനൊരു ഇത് വേണം. ഒരു കാര്യം ചെയ്യാം, നമ്മൾ ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കുഴിച്ചു കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് കയറി പോകാൻ സുഖമായിരിക്കും. നമ്മൾ എപ്പോഴും ഇങ്ങനെ ബ്ലോക്ക് പേസ് ചെയ്ത് പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓക്കെ, തൽക്കാലം ഇങ്ങനെ വെച്ചേക്കാം, പിന്നെ നമുക്ക് ശരിയാക്കാം. ഓക്കെ, നമ്മളിപ്പോൾ തന്നെ മേളിലോട്ട് വന്ന് ബെഡ് വെക്കാൻ. ഓക്കെ, ബെഡ് തൽക്കാലം ഇവിടെ വെച്ചേക്കാം. അയ്യോ രാത്രിയായോ, ഒന്ന് ഉറങ്ങിയിട്ട് എണീക്കാം. ഓക്കെ ഓക്കെ, നമുക്ക് പണിയിലോട്ട് എടുക്കാം. നോക്ക് നമ്മളിവിടെ ഇതൊന്നു ഓക്കെ. അയ്യോ പോവാം, കണ്ടോ ഇതേപോലെ ഇരിക്കും സോംബി. ഇവിടേക്ക് ഇതാ ഇവിടുന്ന് ഇങ്ങനെ വീഴുന്നു. വീണ് കഴിയുമ്പോൾ ഇങ്ങനെ വരും, എന്നിട്ട് ഇങ്ങോട്ട് വീഴും, ഇതാ ഇങ്ങനെ ഇവിടെ നിൽക്കും. ഓക്കെ, ഇനി ഇതിൻ്റെ മേളിൽ നിന്നിട്ട് അടിയിലോട്ട് കുഴിക്കരുത്. ഞാൻ ഷിഫ്റ്റ് നോക്കിയിട്ടോ മേളിൽ പെട്ട് ഇതാ ഷിഫ്റ്റ് വെക്കുക, അപ്പോൾ താഴോട്ട് വീഴില്ല. അതെ, എന്നിട്ട് ഇങ്ങനെ കുഴിക്കുക. 1 2 3 അങ്ങനെ ഒരു 22 ബ്ലോക്ക് കുഴിക്കണം. എന്നാലാണ് ഈ സോംബി വന്ന് വീഴുമ്പോൾ അര ഹാർട്ടിൽ നിൽക്കുക. ഇല്ലെങ്കിൽ അത് അര ഹാർട്ടിൽ നിൽക്കൂല. അപ്പോൾ നമ്മളൊരു അര ഹാർട്ടിൽ നിൽക്കണം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 22 ചെയ്യാം, അല്ലെങ്കിൽ 22-ന് താഴെ ഇഷ്ടമുള്ള ചെയ്താൽ മതി. ഞാൻ എന്നാൽ 22 ബ്ലോക്ക് കുഴിച്ചിട്ട് വരാം. ഓക്കെ, അങ്ങനെ നമ്മൾ 22 ബ്ലോക്ക് കുഴിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മൾ കില്ലിങ് ഏരിയ, ഈ ടോർച്ച് ഞാൻ പിന്നെ പൊട്ടിച്ചളഞ്ഞോളാം. ഓക്കെ ഓക്കെ, ഇനി കില്ലിങ് ഏരിയ ഉണ്ടാക്കണം. കില്ലിങ് ഏരിയ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ആദ്യം ഇതാ ഒരു സൈഡ് എടുക്കണേ. ഇപ്പോൾ ഈ സൈഡ് എടുക്കണത്. ഒക്കെ ഇങ്ങോട്ട് ഒന്ന് പൊട്ടിക്കുക, എന്നിട്ട് അടിയിലോട്ടൊന്ന് ഒഴിക്കുക, എന്നിട്ട് ഇവിടെ ഒന്ന് പൊട്ടിച്ചിട്ട് നമ്മൾ നേരത്തെ ആ ബ്ലോക്ക് അതേപോലെ ഒന്ന് വെച്ച് കൊടുത്തേക്കാം. ഇനി എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ആയിരിക്കും സോംബി ഒന്ന് വീഴുക. സ്പൈഡറിറ്റ്സൊക്കെ ഇവിടെ എവിടെയും കേവ് ഉണ്ടാവും. ഓക്കെ, ഇനി ഇവിടെ ഒരു നമ്മുടെ സ്ഥലം ഉണ്ടാക്കണം, ഈ സോംബിനെ കൊല്ലാനുള്ള സ്ഥലം. നമ്മളിവിടെ ഇങ്ങനെ കുഴിക്കുക. അങ്ങനെ നമ്മളിവിടെ മൊത്തം കുഴിച്ചിട്ടുണ്ട്. ഇനി ഈ വെള്ളമൊക്കെ ഓക്കെ നമ്മളങ്ങനെ കുഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ച് മേളിലോട്ട് പോകണം. അല്ലെങ്കിൽ ഇവിടുന്ന് നേരെ മേളിലോട്ട് കുഴിച്ചാലും മതി, നമ്മളെന്തായാലും മേളിലോട്ട് പോകണം. ഓക്കെ, ഇതാണ് റൂം. ഇനി നമ്മളൊരു സ്ലാബ് ഉണ്ടാക്കണം, അത് നമ്മൾ പിന്നെ വരാം. ഓക്കെ, ഇനി ഇവിടെ ഇങ്ങനെ സോംബി ഒന്ന് വീഴും, നമ്മളിങ്ങനെ അടിക്കും. ഓക്കെ, ഇനി തൽക്കാലം ഒന്ന് മേളിലോട്ട് പോയേക്കാം. വാട്ടർ ബക്കറ്റ് വെച്ചിട്ട് പോവാം. ഓക്കെ, ഇങ്ങനെ മേളിലോട്ട് പ്ലേസ് ചെയ്യുക. ഓക്കെ, നമ്മളങ്ങനെ മേളിൽ വന്നിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടുത്തെ ടോർച്ചൊക്കെ പൊട്ടിച്ച് കളയണം. ഇതൊന്ന് പൊട്ടിച്ച് കളഞ്ഞേക്കാം. കിട്ടി. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കില്ലിങ് ഏരിയ ഏതാണ് സെറ്റ് ആയിട്ടുണ്ട്. ഇവിടുത്തെ ടോർച്ച് പൊട്ടിക്കണം. അതിന് മുമ്പ് നമുക്ക് ഒരു കാര്യം ചെയ്യണം, ഇതൊക്കെ വെച്ചിരുന്ന് മേലോട്ട് പോവാം. ഓക്കെ, മേലോട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഇവിടുന്ന് മാറ്റാൻ വെച്ച്. ഓക്കെ, ഫർണിസ് പോയോ? ഇല്ല, കിട്ടി. ഓക്കെ, ഇതൊക്കെ ഒന്ന് എടുത്തേക്കാം. ജസ്റ്റ് തൽക്കാലം ഇവിടെ ഇരിക്കട്ടെ, ഞാൻ പിന്നെ ഒന്ന് എടുത്തോളാം. ഓക്കെ, ഇവിടെയൊക്കെ ഇങ്ങനെ അടയ്ക്കാം. ഓക്കെ, എല്ലാം ക്ലിയർ അല്ലേ? ഇവിടെ കുറച്ചൊക്കെ ഓക്കെ. ഇനി ഇവിടെ നിന്ന് തൽക്കാലം അടച്ചേക്കാം, നമുക്ക് എന്തായാലും ഇങ്ങോട്ട് വരണം. ഓക്കെ, നമുക്ക് അയ്യോ ഞാൻ കോർഡിനേറ്റ്സ് എടുത്ത് വെക്കാൻ മറന്നുപോയി. ഞാൻ ഒന്ന് കോർഡിനേറ്റ്സ് എടുത്തിട്ട് വരാം. പിന്നെ കോർഡിനേറ്റ്സിൻ്റെ ആവശ്യം വരില്ല, കാരണം എന്തൊക്കെ ഇവിടുന്ന് അടിയിലോട്ടാണ് നമ്മൾ പോയത്. അപ്പോൾ ഇവിടുന്ന് ഒരു 4 ബ്ലോക്ക് വരും. കണക്ക് പ്രകാരം ഏതാണ്ടൊരു കണക്കറിയാം. അപ്പോൾ ഞാൻ തൽക്കാലം എന്തൊക്കെ ഇവിടെ നിന്നിട്ടതാ ഇവിടുന്ന് ഞാൻ അടിയിലോട്ടൊന്ന് കുഴിച്ചു പോവാം. ഇതാ ഇവിടുന്ന്. ഓക്കെ, അപ്പോൾ ഒന്ന് കുഴിച്ച് പോയിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ അടിയിലെത്തിയിട്ടുണ്ട്. നോക്ക്, നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ കുഴിച്ച് കുറച്ച് ഇപ്പുറത്തും കൂടെ കറക്റ്റായതിനെ. ഓക്കെ, ഇനി ഇവിടുന്ന് ലാഡർ വെക്കണം. അതാ നമ്മൾ കുറച്ച് ലാഡർ ഉണ്ടാക്കിയായിരുന്നു. ഇതിങ്ങനെ മേളിലോട്ടൊന്ന് വെച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് കില്ലിങ് ഏരിയയിലോട്ട് വരാൻ പറ്റും. അപ്പോൾ അതും സെറ്റായിട്ടുണ്ട്. കുറേ ബിൽഡിംഗ് ബ്ലോക്സ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇവിടെ അടുത്ത് കേവ് ഉണ്ട്, നമുക്കതിൻ്റെ ഒച്ച വെക്കാം. ഓക്കെ, ഇവിടെ ഇങ്ങനെ ഓക്കെ ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഒരു എലിവേറ്റർ പിന്നെ സംഘടിപ്പിക്കാം എങ്ങനെയെങ്കിലും. ഓക്കെ, ഇങ്ങനെ ഒപ്പം ഇങ്ങനെ വെച്ച് പോവാം മേലോട്ട് ഇങ്ങനെ.
ഓ ഇവിടെ ടോർച്ച് ഉണ്ടെന്നത് നമുക്കിതിങ്ങനെ വെക്കാൻ പറ്റില്ല. ഓക്കെ, എന്നാ ടോർച്ച് പൊട്ടിക്കുക. ഓക്കെ, ഇനി ഇതിങ്ങനെ വെച്ച് മേളോട്ട് പോവാണ്. അപ്പോൾ പകുതിക്ക് വെച്ചിട്ട് ലാഡർ തീർന്ന സ്ഥലം നമുക്ക് പിന്നെ പോയിക്കോളാം. ഓക്കെ, ഇനി അടിയിലോട്ടൊന്ന് പോവാം. ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ ഇതുണ്ടാക്കണം, സ്ലാബ്. അപ്പോൾ സ്ലാബ് ഉണ്ടാക്കാൻ കുറച്ചിങ്ങനെ വെച്ചാൽ സ്ലാബ് ആയില്ലേ. ഓക്കെ, കുറച്ച് സ്ലാബ് മതി, ഒരെണ്ണം മതി. ഓക്കെ, ഇനി ഇതിങ്ങനെ വെക്കണം, കാരണം ബേബി സോംബി ഇതിൻ്റെ ഇടയിൽ കൂടെ വരും. അപ്പോൾ നമ്മുടെ കില്ലിങ് ഏരിയ റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് ഡെക്കറേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഏരിയ അടിപൊളിയായിരിക്കും. വേണമെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, അതെ വേണ്ട, ഇത് മതി, നമുക്ക് ഒരുപാട് കാര്യം ചെയ്യാനുണ്ടായിരുന്നു മതി. പിന്നെ ഇവിടെ നമുക്ക് വേണമെങ്കിൽ മറ്റേ ഇതിൽ എൻചാൻമെൻറ്റ് ടേബിളും ആൻവിലും ഒക്കെ വെച്ചിട്ട് നമുക്കൊരു അടിപൊളി സെറ്റ് ആക്കാം. പിന്നെ ചിലവർ ഇതിൻ്റെ അടിയിൽ ഹോപ്പർ വെച്ചിട്ട് ഈ നമ്മൾ ചെസ്റ്റ് ഇട്ട് കണക്ട് ചെയ്യും. പിന്നെ അതിൻ്റെ ആവശ്യമില്ല, കാരണം ഞാൻ ഇവിടെ നിന്നതിനെ കൊല്ലുന്നതുകൊണ്ട് എനിക്കത് കിട്ടിക്കോളും. ഓട്ടോമാറ്റിക് ഒക്കെ ആണെങ്കിൽ ചെയ്താൽ മതി. മറ്റേ ട്രൈഡൻ കില്ലറൊക്കെ ആണെങ്കിൽ നമ്മൾ വെറുതെ അത് വെക്കണില്ല, കാരണം അപ്പോൾ അതൊരു ഇതാവും, എന്താ പറയുക, വെറുതെ ആവശ്യമില്ല എൻ്റെ. അപ്പോൾ അത് നമ്മൾ ചെയ്യണില്ല. ഇനി നമ്മുടെ അവസാനത്തെ കാര്യം ചെയ്യണം, എന്നിട്ട് വർക്കിംഗ് ആണോ നോക്കണം. ഓക്കെ, നമുക്ക് മേലോട്ട് പോയേക്കാം. ബാക്കി വെള്ളം ഒഴിച്ചു പോകാം, അതാണ് നല്ലത്. ഇനി നമ്മുടെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ ടോർച്ച് വെച്ചിട്ടില്ലേ, ആ ടോർച്ച് ഒന്ന് പൊട്ടിച്ചു കൊടുക്കണം. അപ്പോൾ സൂക്ഷിച്ചിങ്ങനെ ഇങ്ങനെ പോവാം. ഓക്കെ, ഇത് ഇവിടെ നിന്ന് റീച്ച് ആവും. ഇതാ സോംബീസ് പോണേ. ഓക്കെ, ഇനി ടോർച്ചും സോംബി അടി വന്നിട്ടുണ്ടാവും, നോക്കട്ടെ. ഇതാ പോയി വീണ്. ഇനി വർക്കിംഗ് ആണോ നോക്കാം. ഇവിടെ ഒന്ന് അടച്ചു കൊടുത്തേക്കാം. ഓക്കെ, ഇപ്പം എല്ലാം സെറ്റാണ്. ഇനി നമുക്ക് വീണ്ടും അടിയിലോട്ട് എടുത്ത് ചാടാം. എടുത്തിട്ട് ഒറ്റ ചാട്ടം കണ്ടോ, ക്ലിഫ് അടി വന്നിട്ടുണ്ടോ. ടോർച്ച് അമ്മരെടുത്തു തോന്നുന്നു, കണ്ടോ, ഒറ്റ വെട്ടിന് തീരും. എന്തെടുക്കാൻ പറ്റാത്ത ഐറ്റംസ് കൂടിയുണ്ടോ. ഓക്കെ, അപ്പം അതും സെറ്റായി. അങ്ങനെ ആ പരിപാടിയും സെറ്റായതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി ഞാൻ കുറച്ച് നേരം AFK നിൽക്കട്ടെ, അപ്പോഴത്തേക്ക് മേളിൽ പൊട്ടാറ്റോ വളർന്നോളൂ. എന്നാ ശരി.